ുള്ള നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു വാഹനം കര തൊട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. കരയിലേക്ക് തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ഉയരത്തിലേക്ക് അത് തിരികെ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെ തിരികെ എത്തിച്ചിട്ടും ഒരു വലിയ ഗുണമൊന്നുമില്ല. എങ്കിൽ പോലും ഇങ്ങനെയൊരു അപകടം നടന്ന് ഇത്രയും വലിയ ചർച്ചയായി ഇത്രയും നാളതിനെ തിരഞ്ഞുകൊണ്ട് നടന്നതിൻ്റെ ബാക്കി പത്രം എന്നുള്ള നിലയ്ക്ക് ആകെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്ന അവശേഷിപ്പ് എന്നുള്ള നിലയിൽ മാത്രമാണ് ആ വാഹനത്തെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത്. നേരത്തെ ലോറി ഉടമയുൾപ്പെടെ പ്രതികരിച്ചതുപോലെ അർജുനെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു പ്രാഥമികമായ ലക്ഷ്യം. ലോറി എന്നുള്ളത് ഏറെ ദിനങ്ങൾ നീണ്ടുപോയതിന് പിന്നാലെയാണ് ലോറിയെങ്കിലും കണ്ടെത്തണ്ടേ എന്നുള്ള ചോദ്യത്തിലേക്ക് ഈ ചർച്ചകളൊക്കെ വഴിമാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ ലോറിയെ പുറത്തേക്ക് എത്തിക്കുകയാണ്. ഇനിയിപ്പോൾ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥിതിക്ക് അതിൻ്റെ DNA പരിശോധനയിലേക്കൊക്കെ കടക്കുമോ, അല്ലെങ്കിൽ കുടുംബം ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ആ നിലയ്ക്ക് മൃതദേഹം വിട്ടുകൊടുക്കുമോ എന്നൊക്കെയുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാനും സാധിക്കും. എന്തായാലും ഈ ഒരു ദൗത്യം 71ാമത്തെ ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാത്രമാണ് ആ കുടുംബത്തിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ മലയാളികൾക്കെല്ലാം തന്നെ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ചോദ്യചിഹ്നത്തിന് ഉത്തരം കിട്ടുന്ന നിലയിലേക്ക് മാറുന്നത് എന്നുള്ള അവസ്ഥ കൂടി ഉണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയൂന്നാം. അവിടെ ഇപ്പോൾ ആ ഡ്രഡ്ജറിൽ നിന്ന് ടഗ് ചെയ്തിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരയിലെ ക്രെയിനുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയതിനു ശേഷം കരയിലേക്ക് നീക്കിക്കൊണ്ടുപോവുക, സാവകാശം നീക്കിക്കൊണ്ടുപോവുക എന്നതായിരിക്കുമോ? ഡ്രഡ്ജറിലെ ക്രെയിൻ അതിൻ്റെ ഒരു ആം ലെങ്ത് എത്രത്തോളം കിട്ടും, കരയിലേക്ക് നേരെ അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമോ, അതോ വലിച്ച് കരയിലേക്ക് വെച്ചതിന് ശേഷം ഡ്രഡ്ജറിലെ ക്രെയിനിലെ ബന്ധനം അത് വിച്ഛേദിക്കുകയായിരിക്കുമോ? എന്താണ് അവിടെ പദ്ധതിയിടുന്നത്? നിലവിൽ ക്രെയിനുമായി വടം ഘടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപയോഗിച്ചായിരിക്കും പുറത്തേക്ക് വലിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ ആമിലേക്ക് അല്ലെങ്കിൽ ആ ബൂമിലേക്ക് പൂർണ്ണമായും അത് ഇതുവരെ ഘടിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഭൂമിയിലേക്ക് ഘടിപ്പിക്കുന്ന നടപടിയിലേക്ക് പോകുമോ എന്നറിയേണ്ടതുണ്ട്. നിലവിൽ വളരെ ആ ക്രെയിനിൻ്റെ, അതായത് ഡ്രഡ്ജറിലുണ്ടായിരുന്ന ക്രെയിനിൻ്റെ ഭാഗം പൂർണ്ണമായും ലൂസൺ ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും ആ വാഹനത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് കരയിലുള്ള ആ ഒരു ക്രെയിനിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന വടമാണ്. ആ വടം ഉപയോഗിച്ച് വാഹനത്തെ വലിച്ച് മുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഉയർത്തിയെടുക്കുകയല്ല, മറിച്ച് ഈ കരയിൽ നിന്നും താഴെ ഭാഗത്തേക്ക് കെട്ടിയിരിക്കുന്ന വടം അത് വലിച്ച് മുകൾ തട്ടിലേക്ക് ആ വാഹനത്തെ നീക്കി എത്തിക്കുക എന്നുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആ വാഹനത്തിൻ്റെ പുറകുവശത്തേക്ക് അതിൻ്റെ ഷാസി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച വ്യക്തത വരണമെങ്കിൽ ആ ജലോപരിതലത്തിലേക്ക് അത് പൂർണ്ണമായും എത്തേണ്ടതുണ്ട്. നമുക്ക് പ്രകടമായി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട് വീല്, ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടുപുറകിലുള്ള 4 ടയറുകൾ, അത്രയും, അതായത് ക്യാബിൻ്റെ ഭാഗത്തെ അത്രയും ഭാഗം മാത്രമാണ് നമുക്കിതുവരെ കാണാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊരു ക്രെയിൻ കൂടി ഈ മേഖലയിലേക്ക് ഇപ്പോൾ എത്തിക്കുകയാണ്. 2 ക്രെയിനുകളുടെ സഹായത്തോടു കൂടിയാണ് ആ ഒരു വാഹനത്തിൻ്റെ ഭാഗം ഇവിടേക്ക് എത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 14 ടൺ ഭാരം ഉൾപ്പെടെ ഒക്കെ വഹിക്കാൻ കഴിയുന്ന സംവിധാനം എന്നുള്ള നിലയ്ക്ക് തന്നെ ക്രെയിനുകളെ എത്തിച്ചിരിക്കുന്നു. 2 ക്രെയിനുകളും സമാന്തരമാക്കി നിർത്തി ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനത്തെ വടം കൊണ്ട് കെട്ടി ഉറപ്പിച്ചതിന് ശേഷം മറ്റൊരു ക്രെയിൻ അതിൻ്റെ ബൂം ഉപയോഗിച്ച് ആ വാഹനത്തെ ഉയർത്തുകയായിരിക്കും എന്ന് കരുതുന്നു. അത്തരത്തിൽ 2 ക്രെയിനുകളുടെ സേവനത്തോടു കൂടിയാണ് നിലവിൽ ആ ഒരു ബോഡി പാർട്ട് മുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നേരത്തെ തന്നെ ഗംഗാവലിയുടെ അടിത്തട്ടിൽ നിന്ന് ഈ വാഹനത്തെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി നടത്തിയിരുന്ന ശ്രമങ്ങളുടെ ഭാഗമായി ആ ഡ്രഡ്ജറുമായി ബന്ധിപ്പിച്ചിരുന്ന പലവിധത്തിൽ വടങ്ങൾ ബന്ധിപ്പിച്ചിരുന്നു. അതെല്ലാം തന്നെ അഴിച്ചുമാറ്റുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ ഒരു ഡ്രഡ്ജറുമായി ഈ ഒരു വാഹനത്തിനുള്ള, അല്ലെങ്കിൽ ഈ തകർന്നിരിക്കുന്ന അർജുൻ ഉപയോഗിച്ച ആ വാഹനത്തിൻ്റെ ക്യാബിനുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത നടപടി എന്ന് പറയുന്നത് അത് മുകൾ തട്ടിലേക്ക് ഉയർത്തി മാറ്റുക എന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഡ്രഡ്ജർ കമ്പനിയുടെ അധികൃതരൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകൾ ആ മേഖലയിൽ പൂർത്തിയാക്കുകയാണ്. ഇത് മുകളിലേക്ക് പൂർണ്ണമായും വലിച്ചെത്തിക്കേണ്ട നടപടിയുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ടാറ്റ ട്രക്കിൻ്റെ ഹൗസിംഗ് പാർട്ട് ഉൾപ്പെടെ ടയറുകളൊക്കെ കണ്ടെത്തുന്ന ഘട്ടത്തിൽ അത് അത്ര കണ്ട് ശ്രമകരമായ ദൗത്യമായിരുന്നില്ല. കാരണം 4 ടയറുകൾ, ഒപ്പം തന്നെ ഹൗസിംഗ് പാർട്ട് എന്നുള്ള നിലയിൽ അത് ഹിറ്റാച്ചി തന്നെ ഉയർത്തി കരയിലേക്ക് തള്ളുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ
ഭാരം അത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള നടപടിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ക്രെയിൻ സർവീസുകൾ കൂടി സജ്ജമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വടം കൊണ്ട് കെട്ടി ബന്ധിപ്പിച്ച് പൂർണ്ണമായും കരയോട് തട്ടിച്ച് നിർത്തിയിരിക്കുകയാണ് വാഹനത്തിൻ്റെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്ന ക്യാബിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ അത് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള നടപടിയുണ്ട്. അതേസമയം തന്നെ മറുവശത്ത് നമുക്ക് നേരത്തെ കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന നടപടിയും നടക്കുന്നുണ്ട്. അത് ആ ദേവസ്ഥാനത്തിൻ്റെ ആ മേഖലയിലൂടെ ആംബുലൻസ് വഴി ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടിയിലേക്ക് ദൗത്യ സംഘം SDRF സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി പ്രേക്ഷകരിലേക്ക് പറയുകയാണ്. മറ്റൊന്ന്, നേരത്തെയൊക്കെ കനത്ത മഴ ഈ മേഖലയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും മഴ മാറി നിൽക്കുന്നുണ്ട്. ആ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചത് കാലാവസ്ഥ തന്നെയായിരുന്നു. ആ കാലാവസ്ഥ ഇപ്പോൾ വളരെ അനുകൂലമാണ് എന്ന് പറയേണ്ടിയും വരും. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. വാഹനത്തിൻ്റെ മറിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തലകീഴായി കിടക്കുന്ന വാഹനത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഡ്രഡ്ജർ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ കയറി നിന്നുകൊണ്ട് അവർ നേരത്തെ ഈ ഡൈവേഴ്സ് ബന്ധിപ്പിച്ച വടം പൂർണ്ണമായും മാറ്റുകയാണ്. അതിനിടയ്ക്ക് ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് ഡ്രഡ്ജർ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡ്രൈവർമാരിൽ മലയാളിയായ ഒരാളാണ് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ